അതിനും മാത്രമൊക്കെ ഉണ്ടോ, അതിനും മാത്രമൊക്കെ വയലൻസ് ഉണ്ടോ എന്നൊക്കെ രീതിയിലാണ് ഇവിടെ ചേച്ചി ഇവിടെ ഭയങ്കര എന്താ പറയാ, എന്റെ കണ്ണ് കുത്തി കഴിഞ്ഞാൽ കണ്ണടിച്ച് ഞാൻ പഴിപ്പിക്കുന്നു. സിനിമ കാണാൻ കയറണോ? ഞാൻ ഇറങ്ങി പോവാ, എനിക്ക് വയ്യ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇവിടെ ഒരാള് എന്താ പറയാ, നമ്മുടെ മാർക്കും ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. ഞാൻ പറയട്ടെ അപ്പൊ മാർക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. അപ്പൊ ഞാൻ പോയി കണ്ടു, കാരണം ഇവരായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ റിലീസ് ഞാൻ തന്നെ കണ്ടു. എന്നെ കൊണ്ടുപോകാത്തതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇപ്പോഴല്ലേ ഈ പറഞ്ഞത്. അപ്പൊ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കേട്ടതൊക്കെ അതിനും മാത്രമൊക്കെ ഉണ്ടോ, അതിനും മാത്രമൊക്കെ വയലൻസ് എന്നൊക്കെ രീതിയിലാണ് ഇവിടെ ചേച്ചി ഇവിടെ ഭയങ്കര എന്താ പറയാ. അപ്പൊ ഇന്ന് ഇപ്പൊ അവളെ കൊണ്ടുപോയിട്ട് മാർക്ക് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇവള് കണ്ടിട്ട് തിയേറ്ററിന്റെ ഉള്ളിൽ കണ്ണ് പൊത്ത എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ കൂമ്പിയാൻ നൽകുക. അവള് കാര്യം പറയാം, അത്രയ്ക്കൊന്നും ഇല്ല. സിനിമയല്ലേ, നേരിട്ട് ആരും വന്ന് കൊല്ലാൻ വരുന്നില്ലല്ലോ. എന്നാലും അങ്ങനല്ലല്ലോ. എന്നാ ഓക്കെ, ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് മൂവിയാണെന്നാണ് മാർക്കോ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനൊക്കെ ഈ കണ്ണെങ്ങാനും പൊത്തിക്കഴിഞ്ഞാൽ ഇടി കൊടുക്കണ്ടേ ഗൈസ്, നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടാ പോകുന്നതെന്ന് വെച്ചാൽ ലുലുവിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോകണം. നമ്മുടെ പൃത്തോട്ടിനൊക്കെ റെഡി ആയി വരുന്നൊക്കെ എന്നാ നേരെ പോവാട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ഓൺ ദ വേ ലുലു മാളാണ്. അപ്പൊ അതിനകത്ത് ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ക്യൂസ് മീ, തലയൊന്നും മാറ്റാം. എനിക്ക് എന്നെ തന്നെ കാണുന്നത്. രാഹുൽ കേട്ടോ, തുടങ്ങി. നീ അങ്ങോട്ടാ, ഭയങ്കര ടാസ്ക് ആയി ചെറുക്കനെ കൊണ്ട്. നീ ഒരു സീറ്റ് എങ്ങനെ ബാക്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇവനെ ഇരുത്താനായിട്ട്. ഇപ്പോൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളാദ്യം സ്റ്റുഡിയോ പോണം. അതെ, സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹത്തിന് ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് പോരാത്രേ, അപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങണം. അഹങ്കാരമേ. പിന്നെ നിങ്ങൾക്ക് കൊറേ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചെന്നില്ലേ? ഇവർക്ക് ഈ 2 പേർക്കും ഒരു 7-8 ജോഡി ഡ്രസ്സ് ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരു 2 ടീഷർട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ലുലു മാളിലോട്ട് പോണത്. സ്റ്റുഡിയോക്ക് പോണത്. സ്റ്റുഡിയോന്ന് പിന്നെ നമ്മള് നേരെ ലുലുവിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. എന്തേലും കാട്ട്. നീ പറ, ഇത് എങ്ങനെയാണെന്ന്, എന്താണ് എന്റെ മാർക്കോന്റെ ഒരു ഇത്? മാർക്കോടെ വയലൻസ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല, വയലൻസ് ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ അത്ര അങ്ങോട്ട് പോവില്ലെന്ന് ഞാൻ കരുതുന്നു. നമ്മളൊരു പിറ്റൂസ് ചിരിക്കുന്നു. നമ്മള് മനസ്സിലൊരു ഇത് കരുതി വെച്ചു. എന്റെ മോന്തയ്ക്കോട്ട് നോക്കുക, തിരിഞ്ഞിരുന്നിട്ട് ഊള. നമ്മുടെ മനസ്സിലൊരിത് ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. ആ ഒരിതും വെച്ചിട്ടാണ് ഞാൻ പോന്നെ. പക്ഷെ ഞാൻ പേടിക്കൂല. എന്റെ മോന്തയ്ക്കോട്ട് നോക്കുക, എന്റെ മോന്ത കാണുന്നില്ല. എനിക്ക് ഭയങ്കര ടാസ്ക് ആയി ഈയിടായിട്ട് ഇച്ചിരി. എടാ വ്ളോഗ് എടുക്കട്ടെ ഞങ്ങള്. ഇവണ്ട് നമ്മുടെ 2 പേരുടെ മുഖത്തേക്ക് എന്തുവാടേ. എന്തായാലും ഞാൻ കട്ടയ്ക്ക് നിൽക്കും, ഞാൻ പേടിക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇത്രയ്ക്കുള്ളത് കണ്ടാതൊന്നും ഞാൻ പേടിക്കത്തില്ല. നമ്മള് സിസേറിയൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു എന്താ ഇതില് എത്രയോ രക്തം കണ്ട ആൾക്കാരെ. എനിക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ മാർക്കോ കാണാൻ പോകണം. അതിന് മുന്നേ നമുക്ക് സ്റ്റുഡിയോ കയറി എനിക്ക് രാഹുലേട്ടനെ കുറച്ച് മുടിപ്പിക്കണം. എന്റെ പിത്തൂരിന് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ അച്ഛൻ മാത്രം ഡ്രസ്സ് എടുത്താൽ പോരല്ലോ, പിത്തൂരിന് എന്തായാലും ഞാൻ ഡ്രസ്സ് എടുത്തു. അപ്പൊ എന്തായാലും ഗൈസ്, അടുത്ത സ്റ്റുഡിയോ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. എന്തത്? അല്ല, അവിടെ ചെന്നിട്ടിരിക്കല്ലേ, അവിടെ ഉണ്ട്. അതവിടെ ഓസിക്ക് കൊറോണം വെച്ചിട്ടില്ല, അതിന് അടിച്ചാ പോരെ. അതെന്നെ ഞാനും പറഞ്ഞു. കാര്യമായിട്ടൊക്കെ എന്തൊക്കെയാ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ രാഹുലേ? ഞാനേ ട്രൗസർ നോക്കടോ, ട്രൗസർ നല്ല കിട്ടണ്ടേ. കണ്ണിലൊന്നും കുത്തല്ലെന്ന് അവൻ തന്നെ പറയുന്നത്. എന്റെ കണ്ണ് കുത്തി കഴിഞ്ഞാൽ കണ്ണടിച്ച് ഞാൻ പഴിപ്പിക്കുന്നു. എന്റെ രസണ്ടാ? ഇഷ്ടപ്പെട്ടോ? രസണ്ടാ? ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടേ. ചേച്ചി ഇവിടെ ഇങ്ങോട്ട് വാ. മതി കുറേ ആയി എടുക്കണം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പോര്. അത് ഗോമൂത്രത്തിൽ ഉണ്ടാക്കണം. ഇങ്ങോട്ട് വാ.
സാധനമാണ് നോക്കിയാ. അയ്യോ അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊന്ന് മാറി അവിടെ തന്നെ ഡ്രസ്സ് ഇട്ട്, കാരണം പഴയ ഡ്രസ്സ് ഇട്ട് പോകണമെങ്കിൽ ശരിയല്ല. വല്ലാത്ത കുത്തലുകൾ ഇറക്കാം. പെട്ടെന്ന് പോവാം, പെട്ടെന്ന് മാർക്ക് വേണ്ട. അപ്പൊ സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ട് നല്ല രീതിക്ക് ഒരാൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ല. അച്ഛനും മോനും ഒരേ കളറിലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കാരും ഒന്നും വാങ്ങി തന്നില്ല, അവർക്കുള്ള ഡ്രസ്സ് അവരെടുത്തു. അതെ ഗൈസ്, അതിൻ്റെ ഒരാഴ്ച മുന്നേ ഇവള് ഒരു 10-20 ജോഡി ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെയൊക്കെ വീഡിയോ ഉള്ള വ്ളോഗ്സിൽ നിങ്ങൾ കാണാം. എന്തൊക്കെയാ കണക്കുള്ളത് വാരി കൂട്ടി കൊട്ടയിലിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ക്ലിപ്പും പിന്നെ തലയിടാനുള്ള ബാൻഡും മാത്രമേ എടുത്തുള്ളൂ. അത് വെറും 79 രൂപ 49 രൂപയുടെ സാധനങ്ങൾ അത്ര എടുത്തുള്ളൂ. പിന്നെ പിത്തൂനും കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിത്തൂന് ഒരു 3 ജോഡി അല്ലേ, 3 ജോഡി ടീഷർട്ട്. നല്ല വിലക്കുറവായി. ഈ സമയത്ത് 5-ാം തീയതി വരെ കണ്ട് എന്തോ ഓഫർ ഉണ്ട്. 99 രൂപയ്ക്കൊക്കെയാ കൊച്ചുകുട്ടിയുടെ ഡ്രസ്സ്. അപ്പൊ അതൊക്കെ വാങ്ങി. നല്ല ലാഭമായിരുന്നു അല്ലേ. അധികം ആയില്ല, നമ്മൾ ഉദ്ദേശിച്ചതിന് അത്രയൊന്നും പുതുതായിട്ട് പൈസ ഒന്നും ആയില്ല. അപ്പൊ ഇനി നേരെ നമ്മള് മാർക്കോ കാണാനായിട്ട് ലുലു മാൾ എടപ്പള്ളി ബ്ലോക്കിൽ പെട്ട്. ചേച്ചിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ ഉണ്ണിമൂന്തം കാണുന്നുണ്ടോ എന്തോ. എന്തായാലും നമുക്ക് ഇനി സിനിമ കാണാനായിട്ട് ലുലുവിലോട്ട് അല്ല. ഇവിടെ ടാസ്ക് പിടിച്ച സ്ഥലമാണ്. കാരണം എടപ്പള്ളി ജംഗ്ഷനിലെ നല്ല തിരക്കാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി പറ്റണമെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും. അപ്പോഴത്തെ സിനിമ. അപ്പൊ നമ്മള് ലുലു എത്തിയിട്ടുണ്ട്. ലുലു അങ്ങനെ തെണ്ടിപ്പെറുക്കി നടക്കണോക്കിയൊക്കെ ഒരാള് കൊറേ സാധനങ്ങൾ വാങ്ങിച്ച്. ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഒരാള് ഇവിടെ കിടന്ന എല്ലാ കളിയാ. ചേച്ചിയെ ഓക്കെ അല്ലേ? കാത്തിട്ട് തരാൻ പറയട്ടെ. അതിനകത്ത് രാവിലെ ആ ടി വിക്കകത്ത് കാത്തിടാൻ പറഞ്ഞു. ഇവിടെ ഒരുത്തം ഇവിടെ മാർക്കോ കാണാൻ വന്നിട്ട് ഇപ്പൊ ഇവിടെ മാർക്കോ ആവുന്നുണ്ട് കേട്ടോ. തോന്നാടാ അത് ഇറങ്ങടാ. ഞാൻ എപ്പോഴും പറയുന്നു വേണോ സിനിമ കാണാൻ കയറണോ? പേടിയില്ല, തീരല്ല. ഉറപ്പല്ലേ? ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ കൂമ്പ് പൊട്ടിയാണ്. ഇവിടെ വാടാ ജമ്മു ഒരു ചെറുക്ക ഇവനെ കൊണ്ട് ഇവൻ ഇവിടെ കാട്ടണ പരിപാടി ഉണ്ടല്ലോ. പോട്ടെ ആപത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സോണിയ പേടിയൊന്നുമില്ലല്ലോ. പോട്ടെ നടക്ക്. അതൊക്കെ പിന്നെ നോക്കാം. നടക്ക്. സോണി ചേച്ചിക്ക് ഇന്റർവെല്ലായപ്പോൾ തന്നെ കുറച്ച് പേടിയൊക്കെ വരുന്നുണ്ട്. ഇന്റർവെൽ ഫൈറ്റ് കണ്ടപ്പോൾ തന്നെ അവള് കുറച്ച് പേടിച്ചിട്ടുണ്ട്. ഇനി ഇന്റർവെല്ലിന് ശേഷമുള്ള ഫൈറ്റ് കണ്ടിട്ട് എന്താവോ എന്തോ. പേടിയുണ്ട ബാക്കി കാണണോ? ബാക്കി റിയാക്ഷൻ ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട് ചേച്ചി? ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട് സിനിമ?
മരിച്ചു. ഗായ്സ്, അപ്പൊ ഇന്നലെ രാത്രി വന്ന് നേരെ കടന്നു. അതുകൊണ്ട് അതിന്റെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഞെട്ടല് മാറാതെ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അയാളെ നമുക്ക് കണ്ടാലോ? ഹായ്, എന്താണ് നോക്കട്ടെ. മാർക്കോ കണ്ടിട്ട് പനി പിടിച്ച ഒരാളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് പറ. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാലേ എന്തോ എടുത്തു വെച്ചേക്കുന്നത് ദൈവമേ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും എനിക്ക് ആ എന്തുവാ ഫാമിലി കടം മുഴുവനും പറയാത്ര ആ ഒരു ഇതൊക്കെ ഭയങ്കര സഹിക്കാൻ പറ്റണേ. നോക്കാനേ പറ്റുന്നില്ല. പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് ഒട്ടും വയ്യ. പിത്തോട്ടനുണ്ടല്ലോ, അപ്പൊ ആ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. ആ പ്രായമൊന്നുമല്ല പിത്തോട്ട, കുഞ്ഞിനെ എടുത്തോ അത് കൈക്കുഞ്ഞ്. അത് തന്നെ, എന്നാലും റിയൽ അല്ലല്ലോ. പക്ഷെ കാണുമ്പോ അത് റിയൽ ആയിട്ട് തോന്നുന്നത്. അത് സിനിമയുടെ രീതിയിൽ നമ്മൾ കാണണം, അത്രേ ഉള്ളൂ. ആണ്. പക്ഷെ ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. കുറച്ച് കുറയ്ക്കായിരുന്നു. മൊത്തം സിനിമ എങ്ങനെയുണ്ട്? സിനിമ പൊളിയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യമായിട്ട് ഇത്രയും വയലൻസ് എന്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. ഇത്രയും വയലൻസ് ഉള്ള മൂവി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കില്ല് പിന്നെ കുഴപ്പമില്ല, കുട്ടികളെ ഒന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇത്രയും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാലേ പ്രായമുള്ളവരെ ചാവുന്നു കുത്തുന്നു അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്ന കാണുമ്പോഴാ. ഇനി സർട്ടിഫിക്കറ്റ് ഉള്ള മൂവി കാണാൻ ഞാൻ വരില്ല. അങ്ങനെ പറയല്ലേ, ഷക്കീല പടം ഇറങ്ങണ്ടേ പോയി. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ അഭിപ്രായം. സിനിമ നോക്കി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞാൽ പൊളിയാണ്. ഉണ്ണിച്ചാട്ടനോ? എന്നാലും ആ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞ പോലെ ഉടഞ്ഞു. നമ്മുടെ മാളിയപ്പുറമൊക്കെ കണ്ടിട്ടേ നേരെ ഇതിലോട്ട് ഒരമ്മൂമ്മണ്ട് തിയേറ്ററിൽ നിന്നുണ്ട്. ഏതാണ് എന്റെ ഉണ്ണീനെ ഇങ്ങനെയൊക്കെ കാട്ടിന്നൊക്കെ. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. നല്ല എന്തുവാ, അത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടു. ഞങ്ങൾ ഈയിടെ എവിടെയോ നോക്കിയപ്പോ അല്ലേ എടുത്ത് FB ഇട്ടേക്കുന്നത് ഹിന്ദി ഡബ്ഡ്. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലേ? അത് ആ സിനിമ ആ ഒരു തിയേറ്ററിലൊക്കെ പോയിക്കണ്ടല്ലേ അത് HD പ്രിന്റിലേ. അതെനിക്ക് തോന്നുന്നു ആരെങ്കിലും എന്തുവാ അതാ മറ്റേ ഒരു സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഓരോ പാർട്ടായിട്ട് എല്ലാം ഇട്ടേക്കും. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് എല്ലാം ഇട്ടേക്കുക സിനിമ ഫുള്ള്. അത് കഴിഞ്ഞിട്ട് ആ പേജിൽ തന്നെ മറ്റേ അവരുടെ മൂവി ഉണ്ടല്ലോ, എന്താണ് മറ്റേ ബേബി ജോൺ, അതും ഇട്ടേക്കുന്നു. അപ്പൊ ആ ചാനല് സത്യം പറഞ്ഞാൽ അത് ബാൻ ചെയ്ത് കളയണം അല്ലെ? ആ അക്കൗണ്ടിനൊക്കെ റിപ്പോർട്ട് അടിച്ച് കളയണം. പക്ഷെ എത്ര റിപ്പോർട്ട് അടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ അവന്മാർ അക്കൗണ്ട് ഉണ്ടാക്കും. പക്ഷെ ഇത്ര HD പ്രിന്റ് ഒന്നും അറിയില്ല എങ്ങനെ കിട്ടുന്നതാവും. ഇത് തിയേറ്ററുകാർ കൊടുക്കുന്നതാണോ? അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? തിയേറ്ററുകാർ ഇവർക്ക് കിട്ടുമ്പോഴത്തേന് ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അറിയില്ല, അങ്ങനെയും ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തിയേറ്ററിൽ പോയിരുന്ന് ഇങ്ങനെ പിടിച്ചെടുത്താല് അതിന്റെ ആൾക്കാരുടെ ശബ്ദം കാര്യങ്ങളല്ല. ഇത് ഫുള്ള് നല്ല HD പ്രിന്റ്. ചിലപ്പോ ഉണ്ണിമൂന്നൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ആളുകള് തിയേറ്ററുകാര് അല്ലെ ഹിന്ദിക്കാരൊക്കെ പൊതുവെ അങ്ങനെ. അപ്പൊ മാർക്ക് കണ്ട് യുവതി ഇവിടെ ഛർദിച്ചു എന്നൊക്കെ പറയുന്നല്ലോ. ഒരു തേങ്ങ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ പേടിയുണ്ടായി. ഞാൻ തൃശ്ശൂര് ഇങ്ങനെ തിയേറ്ററില് കേറ്റുമല്ലോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവ കണ്ടിട്ടില്ല, സിനിമ അവൻ കണ്ടിട്ടില്ല. മറ്റേ മാർക്കോ തിയേറ്റർ നമ്മൾ ലുലുവിൽ പോയി കണ്ടു. കുറെ പേരൊക്കെ പറയുന്നുണ്ട് കുട്ടികളൊന്നും കേറ്റില്ല. പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വിനിന്റെ കൊച്ചുണ്ടായിരുന്നു. അവ അവിടെ വന്നതും കടന്നുറങ്ങിയ. കാരണം രാത്രി 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ അവൻ പാല് കുടിച്ചിട്ട് അവൻ ഉറങ്ങിപ്പോയി. അവൻ ഒരു സീന് പോലും നേരം പണിയിട്ട് കണ്ടില്ല. അപ്പൊ അതാണ് ഗൈസ് മാർക്കോ മൂവിയുടെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ 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 ബൈ.